Hey traders, welcome back to another video. സോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു രണ്ട് ടോപ്പിക്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ടോപ്പിക്സ് ആണ്. ആ സിംഗിൾ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ട് ട്രേഡിംഗ് ആണോ ബെറ്റർ അല്ലെങ്കിൽ പേഴ്സണൽ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുന്നതാണോ ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ്, അതിനൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ എന്താണ്? ഓക്കെ, കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് പേഴ്സണലി സ്റ്റുഡൻസ് ചോദിക്കുന്നതാണെങ്കിൽ പോലും നമ്മുടെ യൂട്യൂബിനകത്ത് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, ഇനി അതല്ല ഇൻസ്റ്റഗ്രാമിനകത്താണെങ്കിലും വരുന്ന ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഒന്നാണ് ഫണ്ടഡ് അക്കൗണ്ട് ആണോ ബെറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഓൺ ക്യാപിറ്റലിനകത്ത് ട്രേഡ് ചെയ്യുന്നതാണോ ബെറ്റർ? ഐ തിങ്ക് 2019 എൻഡിലൊക്കെയാണ് എലമെന്റൽ ട്രേഡിംഗ് ട്രേഡിംഗ് ഇൻഡസ്ട്രിനകത്ത് ടീച്ചിങ്ങിനകത്ത് ലോഞ്ച് ചെയ്തത്. ഓക്കെ, ആ ഒരു സമയത്ത് 2020ലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഫണ്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഫണ്ട് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും ഇൻഡസ്ട്രിനകത്ത് ഉണ്ടാകുക. ഫോറക്സ് ട്രേഡിംഗ് അത്ര പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സമയമല്ല. ഷാരിഖ് ഷംസുദ്ദീന്റെ ഒരു ഒരു എന്താ പറയാ ഒരു വരവോട് കൂടിയാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ സാധനം ഏറ്റവും കൂടുതൽ മാർക്കറ്റിനകത്ത് ബൂം വന്നത്. അത് പറയാൻ എനിക്ക് ഒട്ടും മടിയില്ല. പുള്ളി അത്യാവശ്യം നല്ല രീതിയിലൊരു ബൂം മാർക്കറ്റിനകത്ത് ഇൻഡസ്ട്രിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ പക്ഷെ ഫോറക്സ് ട്രേഡിങ്ങിന്റെ ആ ഒരു നോളജ് ആളുകൾക്ക് വളരെ കുറവായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതും ഇന്ത്യൻ മാർക്കറ്റിനകത്ത്, സ്റ്റോക്ക് മാർക്കറ്റിനകത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ എലമെന്റൽ ട്രേഡിംഗ് ഫ്രം ദി ബിഗിനിങ് തൊട്ട് തന്നെ ഫോറക്സ് ട്രേഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഫോറക്സ് ട്രേഡിംഗ് നമ്മൾ ചെയ്യുന്നതാണ്. ആൻഡ് 2020 സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഐഡിയ ഇൻഡസ്ട്രിനകത്ത് നമ്മൾ കൊണ്ടുവരുന്നത്. അന്ന് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ അധികം സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആണ് ചെയ്തുകൊണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ആ ഒരു ഫണ്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്ന സമയത്ത് അന്ന് ഇന്ന് കാണുന്ന പോലെ ഒരുപാട് പ്രോഫോംസ് ഒന്നും ഇൻഡസ്ട്രിയിലില്ല. ദ വൺ ആൻഡ് ഓൺലി FTMO ഫ്രം ദ ബിഗിനിങ് തൊട്ടും ഇപ്പോഴും മാർക്കറ്റിനകത്ത് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഫണ്ടിങ് ടാലന്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഈ രണ്ട് പ്ലാറ്റ്ഫോംസ് ആണെന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റിനകത്ത് ഉണ്ട്. അതിനകത്ത് FTMO ആണ് ഫ്രം ദി ബിഗിനിങ് തൊട്ടേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഫണ്ടിങ് ടാലന്റ് വന്നു. ഫണ്ടിങ് ടാലന്റ് ഐ തിങ്ക് ഒരു ഇൻഡസ്ട്രിനകത്ത് ഒരു 1 ഇയേഴ്സിന്റെ അടുത്തൊക്കെ മാർക്കറ്റിനകത്ത് നിന്നിട്ടുള്ളൂ. അതിനിടയിൽ അവർ എന്ത് ചെയ്തു, പൂട്ടി പോവുകയും ചെയ്തു. ഇപ്പൊ ഇപ്പൊ ഇന്ന് ഇൻഡസ്ട്രി നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രോഫോംസ് മാർക്കറ്റിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ഒരുപാട് രീതിയിലുള്ള റൂൾസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയപ്പോ എന്താ പറയാ, HFT ട്രേഡിംഗ്, HFT വെച്ച് പാസ്സാക്കുന്നത്, നോർമൽ പാസ്സാക്കുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് പ്രോഫോംസ് പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി മുമ്പത്തെ ഒരു 3 ഇയേഴ്സ് മുമ്പുള്ള ഒരു ഡിഫിക്കൽട്ടി വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണ്. എന്നുവെച്ചാൽ അന്ന് 3 ഫേസ് ചാലഞ്ച് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓരോ ഫേസിലും 10%, 8%, 10% ഗ്രോത്ത് വേണം. FTMO അങ്ങനെയായിരുന്നു. 3 ഫേസ് ചാലഞ്ച് ആയിരുന്നു. പിന്നെ കോസ്റ്റ് ഇപ്പൊ 10Kയുടെ അക്കൗണ്ട് അറൗണ്ട് €153. ഇപ്പോഴും FTMO €153 തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അന്ന് ആ ഒരു സമയത്ത് €153 എന്ന് വെച്ചാൽ ഹ്യൂജ് എമൗണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് ഒരു 15,000 റുപ്പീസിനായിരുന്നു 10K അക്കൗണ്ട്സിന് കൊടുക്കണം. ഇന്നിപ്പോ ഫണ്ടിങ് പിപ്സ് പോലുള്ള പ്ലാറ്റ്ഫോംസിനൊക്കെ നമ്മളൊരു $66 കൊടുത്തു കഴിഞ്ഞാൽ 2 ഫേസ് അക്കൗണ്ട് കിട്ടും, അല്ലേ? 3 ഫേസ് നമുക്ക് അറൗണ്ട് ഒരു 100 ബിലോ ഒക്കെ വരുന്നുള്ളൂ, മീൻസ് സിംഗിൾ ഫേസിനൊക്കെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ഒരുപാട് മാറ്റം എവിടെ സംഭവിച്ചിട്ടുണ്ട്? പ്രോഫം ഇൻഡസ്ട്രിക്ക് ഇന്ന് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇത് തമ്മിലുള്ള പ്രോഫംസ് തമ്മിലുള്ള കമ്പാരിസണോ കാര്യങ്ങളോ ഒന്നുമല്ല. മേജർ ആയിട്ടുള്ള ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ്: ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡിംഗ് ആണോ ബെറ്റർ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുന്നതാണോ ബെറ്റർ? ഓക്കെ, അപ്പൊ ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങളൊരു ബിസിനസ് ചെയ്യാന്ന് വെച്ചോ. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഒരു ബിസിനസ് ആണ്, അല്ലെ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതൊരു ബിസിനസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തന്നെ ഈ ഒരു കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ഒരു ബെറ്റർ ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അതിനകത്തൊരു ബിസിനസ് ഐഡിയ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ ഒരു എന്നെ തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ യാ, ആ കളർ അഫ്കോഴ്സ് എനിക്ക് ഇഷ്ടമുള്ള കളറാണ്. അപ്പോൾ യാ, മൈ നെയിം ഇസ് ജുനൈദ്. ഓക്കെ, അപ്പോൾ എന്റെ കയ്യിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്. ബിസിനസ് ഐഡിയ ആയിട്ട് എനിക്ക് ഇവിടെ ഏതെങ്കിലും എടുക്കാം, എലമെന്റിൽ തന്നെ എടുക്കാം. ഓക്കെ, ഒരു ഒരു എന്താ പറയാ, ഒരു എഡ്യൂടെക് ഫിൻടെക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ എനിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സസ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ എലമെന്റൽ എന്ന് പറഞ്ഞ ബിസിനസ് എന്റെ കയ്യിൽ പ്ലാൻസ്, ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ,
അറ്റ് ദ സെയിം ടൈം ഓക്കെ അറ്റ് ദ സെയിം ടൈം ഇതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് എടുത്ത് ഓക്കെ സോറി ഇതേപോലെ തന്നെ എൻ്റെ സുഹൃത്തും ഇതുപോലൊരു സോറി എൻ്റെ സുഹൃത്തും ഇതുപോലൊരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും രണ്ട് കാറ്റഗറിയിലാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോ അവന്റെ ബിസിനസിന്റെ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എജുഫിൻ അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് വേവോന്നോ ഒരു റാൻഡം നെയിം ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ വേവോ ഓക്കെ ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവന്റെ നെയിം നമുക്കൊരു എന്റെ വൺ ഓഫ് ദി പാർട്ണർ ആയാലും ജോഷുയുടെ നെയിമിന് കൊടുക്കാം. ഓക്കെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇൻഡസ്ട്രിനകത്ത് രണ്ട് ഡിഫറെന്റ് വിഷൻസ് വെച്ചിട്ടാണ് മാർക്കറ്റിനകത്ത് വരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേരടുത്ത് ബിസിനസ് പ്ലാൻസ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ് ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളും എല്ലാ ഐഡിയാസും ഫ്രം ദി ബേസ് തൊട്ട് എൻഡ് വരെയുള്ള എല്ലാ പ്ലാൻസും ഞങ്ങളുടെ കയ്യിനകത്തുണ്ട്. പക്ഷെ ഇവിടെ പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാർക്കറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മൂലധനം ക്യാപിറ്റൽ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഈ ഒരു ബിസിനസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ 50 lakhs ആണ് എന്റെ കയ്യിൽ ക്യാപിറ്റൽ വേണ്ടത്. അപ്പൊ ആ ഒരു 50 ലക്ഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ എന്റെ സുഹൃത്തായ ജോഷുവിന്റെ കയ്യിൽ ഇത്രയും എമൗണ്ട് ഇല്ല. അവന്റെ കയ്യിൽ ഐഡിയ ഉള്ളൂ, ബിസിനസ് ഐഡിയ ഉള്ളൂ. ഓക്കെ ബിസിനസ് ഐഡിയ ഉണ്ട്, ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവന്റെ അതിനകത്ത് ഉണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ എന്തില്ല, ക്യാപിറ്റൽ ഇല്ല. ഓക്കെ അപ്പൊ ഇവിടെ രണ്ട് കാറ്റഗറി ഓഫ് ആളുകളാണ് ഈ ഒരു മാർക്കറ്റിനകത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരാളുടെ കയ്യിൽ അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, മറ്റാളുടെ കയ്യിനകത്ത് എന്തില്ല, ക്യാപിറ്റലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ചെറിയൊരു എന്ത് വേണം, ക്യാപിറ്റൽ വേണം. അല്ലാതെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പൊ എലമെന്റിന്റെ സ്റ്റാർട്ടിങ് നിങ്ങൾക്കറിയാം ജോഷ് ഒരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട്. 500 rupees എന്നൊരു ഇൻവെസ്റ്റ്മെന്റിനകത്താണ് നമ്മൾ എലമെന്റിൽ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ ഒരു വർഷം തന്നെ നമുക്കൊരു 10 lakhs അടുത്തൊരു 10 to 50 lakhs അടുത്ത് നമുക്കൊരു ഇനീഷ്യൽ സ്റ്റേജിൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഇയേഴ്സ് നമുക്ക് അപ് ടു 50 lakhs വരെ ഇതിനകത്ത് റേസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും എമൗണ്ട് അതിനകത്ത് വേണം അല്ലെ. അപ്പൊ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലാർജ് സ്കെയിൽ നെക്സ്റ്റ് ലെവൽ ബിസിനസ് കൊണ്ടുപോകാൻ പോകുന്ന ഒരാളെ ഉദ്ദേശിച്ച് നമ്മൾ എന്താണ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം നല്ലൊരു എമൗണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രം ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. അപ്പൊ എന്റെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ട്, ട്യൂഷന്റെ കയ്യിൽ ക്യാപിറ്റൽ. അപ്പൊ ഇപ്പൊ ഇവിടെ രണ്ടാളും സെപ്പറേറ്റ് അനാലിസിസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ആസ് എ ബിസിനസ് ഓണർ അല്ലെങ്കിൽ ആസ് എൻ ഇൻവെസ്റ്റർ എന്റെ കേസിൽ ഞാൻ രണ്ടുമാണ്. ഇൻവെസ്റ്ററും ഞാൻ തന്നെയാണ്, ബിസിനസ് ഓണറും ഞാൻ തന്നെയാണ്. എനിക്ക് വേറെ അഡീഷണൽ ആയിട്ട് റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ജോഷിനെ സംബന്ധിച്ചോളം ബിസിനസ് ഐഡിയ ഉള്ളൂ, ക്യാപിറ്റൽ. അപ്പൊ ജോഷിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു അഡീഷണൽ ആയിട്ട് ഒരാൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ആ ബിസിനസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, കൊണ്ടുവരേണ്ടി വരും. ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം ഇൻവെസ്റ്ററെ കാണണം, അപ്രോച്ച് ചെയ്യണം. എന്നിട്ട് ജോഷിക്ക് എന്ത് ചെയ്യണം, ജോഷിന്റെ ബിസിനസ് ഐഡിയ, സ്ട്രാറ്റജീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം അതിന്റെ ഗ്രോത്തിന് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ആ പുള്ളിനെ കാണിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്ത് കൺവിൻസ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഫണ്ട് കിട്ടുള്ളൂ. എന്തിനു വേണ്ടി, ബിസിനസ് ചെയ്യാനുള്ള ഫണ്ട്. ദെൻ എന്നിട്ട് വേണം ആ ഒരു ബിസിനസ് എന്ത് ചെയ്യാൻ, ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ. ഇവിടെ എന്നെ സംബന്ധിച്ചോളം ആ ഒരു കാര്യമില്ല. അപ്പം ഇവിടെ രണ്ട് രീതിയിലും ഇപ്പൊ ജോഷ് സപ്പോസ് എന്താ പറയാ ഒരു ഇൻവെസ്റ്റർ എല്ലാം കണ്ടുപിടിച്ച് ഫണ്ട് എല്ലാം റേസ് ചെയ്യാനുള്ള തീരുമാനം എടുത്തു. ഇവിടെ ഞാനും ജോഷയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയത് ഒരു 50 ലക്ഷമാണ് നിങ്ങൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക. ജോഷിക്ക് വേണ്ട 50 ലക്ഷമാണ്, ഇൻവെസ്റ്റർ ചെയ്യുന്ന 50 ലക്ഷം കിട്ടി, എന്റെ കയ്യിൽ 50 ലക്ഷമാണ്. അപ്പൊ ഇവിടെ ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ ഫണ്ട് എന്റെ ഈ 50 lakhs എന്ന ഫണ്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കമ്പനിയുടെ ഓരോ നീഡ്സിനും വാണ്ട്സിനും വേണ്ടി യൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഫണ്ടിനെ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാം, എന്റെ ബിസിനസിന്റെ ഓരോ റണ്ണിങ് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില അഡ്വർടൈസ്മെന്റിന് ഒരു നിശ്ചിത അഡ്വർടൈസ്മെന്റ് 20% 30%, മാർക്കറ്റിംഗിന് വേറെ, സെയിൽസിന് വേറെ, സാലറീസ് വേറെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഫണ്ടിനെ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അലോക്കേറ്റ് ചെയ്യണം. അപ്പം ഇവിടെ ആ ഫണ്ടിന് മുകളിലുള്ള കംപ്ലീറ്റ് റൈറ്റ്സും അല്ലെങ്കിൽ നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കും, ഇൻവെസ്റ്ററും അതിന്റെ ഓണറും ആയിട്ടുള്ള എന്റെ കയ്യിലായിരിക്കും. എന്നുവെച്ചാൽ ഞാൻ ആർക്കും അതിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റെസ്പോൺസിബിൾ അല്ല. എന്നുവെച്ചാൽ ഇൻ കേസ് എന്റെ ബിസിനസ് ലോസിൽ പോയി കഴിഞ്ഞാലും ഞാൻ ആർക്കും എന്തല്ല, റെസ്പോൺസിബിൾ അല്ല. ആ ഫണ്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും,
സക്സസ്ഫുൾ ആയ രീതി യൂസ് ചെയ്യാം, അല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എന്റെ ബിസിനസ് ലോങ് ടേമിലേക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡ് ആയിട്ട് അതിനെ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടും എനിക്ക് പ്രോപ്പർ പ്ലാൻ ഉണ്ട്, സ്ട്രേഡിന്റെ എല്ലാം ഉണ്ട്. അപ്പം എനിക്ക് മാർക്കറ്റിംഗിലേക്ക് കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതെല്ലാം അഡ്വർടൈസ്മെന്റിന് വേണ്ടി എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പിന്നെ സെയിൽസിന് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ല പ്രോഡക്റ്റ് ഡിസൈനിങ്ങിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡം കിട്ടുന്ന ആ ഒരു മൊമെന്റില് അറ്റ് ദ സെയിം ടൈം ജോഷുടെ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് അവൻക്ക് ആ ഒരു രീതിയിൽ ഒരു ഫ്രീഡം അവിടെ എന്ത് ചെയ്യൂല, കിട്ടൂല. അത് എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ജോഷയ്ക്ക് ബിസിനസ് ഐഡിയ ഉള്ളൂ. പക്ഷെ അവിടെ എന്തില്ല, ക്യാപിറ്റൽ ഇല്ല. ഓഫ് കോഴ്സ് ഐഡിയ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ അവിടെ വരുമ്പോ ഓക്കെ, ഒരു അഡീഷണൽ ഇൻവെസ്റ്റർ അവിടെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടിന്റെ മുകളിൽ ഒരു ഫണ്ട് ഒരാൾ തരുന്ന സമയത്ത് ആ തരുന്ന ഫണ്ടിന്റെ മുകളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യും, ആ തരുന്ന വ്യക്തി വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി എത്ര ചെലവഴിക്കണം എന്നുള്ളതും മാർക്കറ്റിംഗിന് വേണ്ടി എത്ര ചെലവഴിക്കണം എന്നുള്ളതും ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടി എത്ര ചെലവ്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ഓരോ റൂൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒത്തിരി റൂൾസ് ആവുമ്പം അതിനകത്ത് ഞാൻ കിടന്നിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ കൺജസ്റ്റഡ് ആവും. അല്ലേ? റൂൾസ് റെസ്ട്രിക്ഷൻസ് കൂടുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റിയില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ഒത്തിരി ബുദ്ധിമുട്ടാവും. അത് ഫേസ് ചെയ്തവർക്ക് അറിയാം. ഓക്കെ. അപ്പൊ ആ ഒരു പ്രശ്നം അവിടെയുണ്ട്. അപ്പൊ എനിക്ക് അവിടെ ഒരു ഫ്രീഡം ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടുന്ന സമയത്ത് അറ്റ് ദ സെയിം ടൈം എന്റെ പാർട്ണർക്ക് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിന് അവിടെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. ചില ഒരുപാട് റെസ്ട്രിക്ഷൻസിന്റെ ഇടയിൽ ഇരുന്നിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവന്റെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് സക്സസ് ആക്കി എടുക്കേണ്ടത്. എനിക്കാണെങ്കിൽ അത് എന്തില്ല, ആ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇതാണ് പ്രോ ഫോംസും ഫണ്ടഡ് അക്കൗണ്ടും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ ക്യാപിറ്റലാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ റിസ്ക് പെർസെന്റേജ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് ഡെയിലി ഇത്ര അല്ലെങ്കിൽ മന്ത്ലി ഇത്ര ലോസിൽ പോകണം എന്നുള്ള അല്ലെങ്കിൽ മന്ത്ലി ഇത്ര ലോസ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യണം എന്നുള്ള റൂൾസ് ഒന്നും ഇല്ല. എനിക്ക് അതിനെ ട്രൈ ചെയ്യാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്യാം, ഒരു അവസരം കൂടി നോക്കാം. അതുപോലെ തന്നെ എത്ര പേഴ്സണൽ എനിക്ക് ടാർജറ്റ് മന്ത്ലി ടാർജറ്റ് എത്തിക്കണം, ഈ അഫ്കോഴ്സ് ഒരു ടാർജറ്റ് വെക്കണം. അതിന് ബിസിനസിന് ലോങ് ടേം റണ്ണിന് ആവശ്യമാണ്. പക്ഷെ ആ ടാർജറ്റ് എത്തിയില്ലെങ്കിൽ പോലും അത് എന്റെ ബിസിനസിനെ ബാധിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് നെക്സ്റ്റ് മന്ത് എന്ത് ചെയ്യാം, അതിലേക്ക് എത്തിച്ചാൽ മതി. എനിക്ക് സമയമുണ്ട്. അല്ലെ? അപ്പൊ എനിക്ക് ഗ്രാജുവലി എന്റെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇത് കൊണ്ടുപോകാൻ പോകാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം എന്റെ പാർട്ണർക്കോ ഇപ്പൊ ഒരു ഇൻവെസ്റ്റർ പറയാണ്, നിങ്ങള് ഞാൻ തരുന്ന ക്യാപിറ്റലിന്റെ ഒരു 10% അല്ലെങ്കിൽ 20% നിങ്ങൾ ലോസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആ എമൗണ്ട് ഞാൻ എന്ത് ചെയ്യും, തിരിച്ചെടുക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ റൂൾസ് വെക്കാണ്, എല്ലാ മാസവും നിങ്ങൾ കമ്പനിയുടെ ഇത്ര പെർസെന്റ് നിങ്ങൾ ഗ്രോത്ത് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. അതും ഉണ്ടാക്കിയില്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഞാൻ പിന്നെ ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കില്ല. ഞാൻ എന്ത് ചെയ്യും, എന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ടും രണ്ട് സ്പേസ് അല്ലെങ്കിൽ നമ്മൾ സിനിമയിലെ കേൾക്കുന്നത് പോലെ രണ്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളാണല്ലേ. അത് രണ്ടും രണ്ട് യൂണിവേഴ്സൽ ആണ്. അല്ലെങ്കിൽ രണ്ട് രണ്ട് സ്പേസ് ആണ്. ഒരുപാട് നിയന്ത്രണങ്ങൾ ഒരാളും ഒരു നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയുള്ള നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളും. ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇത് തന്നെ സംഭവിക്കുന്നത്. ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഡെയിലി ഡ്രോ ഡൗൺ ഉണ്ട്, ടോട്ടൽ ഡ്രോ ഡൗൺസ് ഉണ്ട്. ന്യൂസ് ട്രേഡിംഗ് അലൗഡ് അല്ല. അത് ചില പ്രോഫംസ് ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണെങ്കിൽ പോലും ന്യൂസിന് എത്ര മുമ്പ് എന്ത് ചെയ്യണം, ട്രേഡ് ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോഫംസിനൊക്കെ അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നതും ട്രൈ ചെയ്യുന്നതും എല്ലാം. അതുപോലെ തന്നെ വേറൊരു മേജർ ആയിട്ടുള്ള ഡിഫറൻറ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ബിസിനസ്സിൽ ട്രേഡ് അല്ലെ എന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാനത്ത് അത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റവന്യൂ ഞാൻ ആർക്കായിട്ടും മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കിട്ടുന്ന പ്രോഫിറ്റ് എന്റെ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, എനിക്ക് എടുക്കാം. പക്ഷേ ഒരു ഇൻവെസ്റ്റർ അവിടെ വരുന്ന സമയത്ത് ഇൻവെസ്റ്റർ പറയാണ്, ഓക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങളുടെ ബിസിനസിന്റെ മന്ത്ലി റിട്ടേൺസിന്റെ 30% അല്ലെ 40% നിങ്ങൾ എനിക്ക് തരണം. പുള്ളി ആകെ റിസ്ക് ചെയ്യുന്ന അവിടെ എന്താണ്, ക്യാപിറ്റലാണ്. അതൊരു വലിയ റിസ്ക് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരുപാട് റിസ്ക് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നതല്ലേ.
എന്നിട്ട് അത്രയും റിസ്ക് എടുത്തിട്ട് അതിന്റെ 30% 40% അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു എനിക്ക് എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് അറിയില്ല. പ്രോ ഫേർമ്സും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളിപ്പോ നിങ്ങളുടെ ക്യാപിറ്റലിന്റെ നിങ്ങൾ വിത്‌ഡ്രോ എടുക്കുന്ന സമയത്ത് 70% നിങ്ങൾക്ക് കിട്ടും. ബാക്കി 30% നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പ്രോ ഫേർമ്സ് ഒരു മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി ഇതൊരു നല്ല ഗുഡ് ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഇൻഡസ്ട്രിനകത്ത് കൊണ്ടുവന്നത്. ട്രേഡിങ്ങിനകത്തേക്ക് വരുന്ന മെജോറിറ്റി ഓഫ് ആളുകളുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല സ്കില്ലൊക്കെ ഉണ്ടാവും. ഓക്കെ. പക്ഷേ എന്തുണ്ടാവില്ല? ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ. റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ആ റെസ്ട്രിക്ഷൻസ് നിങ്ങളുടെ മുകളിലോട്ട് വരുമ്പോൾ നിങ്ങൾ അതിനെ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്തായാലും ഒരു ഗ്രേറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ ആവാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ എത്രയാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ ഇതിനകത്തൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്രോഫോംസ് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് പ്രോഫോം ട്രൈ ചെയ്യുക. ഇപ്പൊ ഒരുപാട് ലോ റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊപ്പറേറ്റീവ് ഫേംസ് ഇൻഡസ്ട്രിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പൊ ഫണ്ടിംഗ് പിപ്സ് പോലുള്ള പ്ലാറ്റ്ഫോം മാർക്കറ്റ്സിനകത്തുണ്ട്. വളരെ ചെറിയ കോസ്റ്റ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വൈഡ് ആയിട്ടുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രേഡിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പ്രോ ഫേംസ് ചൂസ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഞാനും പ്രോ ഫേംസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് ഒരു 1 to 1.5 ഇയേഴ്സ് ആയിട്ട് പ്രോ ഫേംസ് ട്രേഡ് ചെയ്യുന്നില്ല. 1 ഇയേഴ്സ് കറക്റ്റ് ആയിട്ട് വെച്ചാൽ എനിക്കിപ്പം അതേപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻവെസ്റ്റർ എനിക്കുണ്ട്. അപ്പൊ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അഫ്കോഴ്സ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ ആ റെസ്ട്രിക്ഷൻസിന്റെ മുകളിൽ ഇരുന്നിട്ടുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡ് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. പ്രൊഫോംസിന് അത്ര റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രൊഫോംസ് ഇപ്പം ചെയ്യുന്ന ആള് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഫോംസ് ട്രേഡിങ്ങിന്റെ കൂടെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു $100 $200 മിനിമം നിങ്ങളുടെ ഒരു പേഴ്സണൽ ക്യാപിറ്റലിനകത്തിട്ട് എന്ത് ചെയ്യാൻ നോക്കുക ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഒരുപാട് ഇപ്പൊ നല്ല നല്ല ബ്രോക്കേഴ്സ് ഒക്കെ 100% ഒക്കെ ഡെപ്പോസിറ്റ് ബോണസ് കൊടുക്കുന്നു. ഇപ്പൊ FXTM പോലുള്ള ബ്രോക്കേഴ്സ് ഒക്കെ നമുക്ക് ചില ലിമിറ്റ് അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ക്ലയൻസിനൊക്കെ 100% ഡെപ്പോസിറ്റ് ബോണസ് ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ എക്സ്എം കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്തരം ബ്രോക്കേഴ്സിലൊക്കെ അക്കൗണ്ട് ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് അതിന്റെ ഗൈഡ്ലൈൻസ് കാര്യങ്ങളൊക്കെ വേണം എന്ത് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് വയ്ക്കാം. കൊടുക്കാം. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം. നമ്മുടെ എലമെന്റിലെ നമ്പർ താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്താവുന്നതാണ് ഡൗട്ട്സ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് അക്കൗണ്ട് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എലമെന്റിലെ നമ്പറിൽ നിങ്ങൾ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യം ജസ്റ്റ് മെസ്സേജ് അയക്കുക. ഇന്നതെല്ലാം നമ്മളൊരു അഡ്വാൻസ് മെന്റർഷിപ്പ് എടുക്കാൻ താല്പര്യം നിങ്ങൾ എന്ത് ജസ്റ്റ് മെസ്സേജ് അയക്കുക. ഫ്രീ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മെൻഷനകത്ത് മെസ്സേജ് അയക്കണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോനകത്ത് ഈ ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലംസ് റിലേറ്റഡ് ആയ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് വീഡിയോയുടെ കമന്റ് ബോക്സിനകത്ത് ചോദിക്കാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.